ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സാധാരണക്കാരുടെ ഇടയിൽ ഐസ് എഞ്ചിൻ സ്കൂട്ടേഴ്സ് എടുക്കണോ അതോ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വരുന്ന ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ ഒക്കെ പ്രൈസിങ്. ഹീറോ വിഡ VX2 വേർഷൻ നമുക്ക് കിട്ടുന്നത് വെറും 70,000 രൂപയൊക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ട് അടച്ചാൽ തന്നെ നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട് തന്നെ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലൊക്കെയാണ് ഇപ്പോൾ കമ്പനികൾ പ്രൈസിങ് കൊണ്ടുവരുന്നത്. എന്നിട്ടും ഇലക്ട്രിക് വണ്ടികൾ പ്രാക്ടിക്കൽ അല്ല. അതൊക്കെ ഒരു പ്രാക്ടിക്കൽ വണ്ടിയായി മാറണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 10 വർഷമെങ്കിലും ഇനിയും നമ്മൾ കാത്തിരിക്കണം എന്നും പറഞ്ഞിട്ട് ഐസ് എഞ്ചിൻ വെഹിക്കിൾ പിന്നെയും വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഏതൊരു പുതിയ ടെക്നോളജി ആണെങ്കിലും അതിൽ ആദ്യം കുറേ കംപ്ലൈൻറ്റുകൾ ഉണ്ടാവും. പിന്നെ കംപ്ലൈൻറ്റുകൾ അവർ നികത്തി അതിങ്ങനെ ലെവൽ ചെയ്ത് ക്ലിയർ ആയിട്ട് വരുന്നതായിരിക്കും അല്ലേ. പുതിയ വേർഷനിൽ നമ്മളിപ്പോൾ ഓല S1 Pro എടുത്തു, അത് ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ 3 കൊല്ലത്തോളം നമ്മളത് യൂസ് ചെയ്തു. ഇപ്പോൾ വണ്ടിയിൽ എഴുതി കാണിക്കുന്നത് 70,000 രൂപയോളം നിങ്ങൾ സേവ് ചെയ്തു എന്നുള്ളതാണ്. അന്ന് നമ്മൾ സഫർ ചെയ്ത് ചെയ്യുന്ന അത്ര പ്രോബ്ലംസ് ഇപ്പോൾ പുതിയതായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുന്നവർക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഫസ്റ്റ് ജനറേഷനിൽ വന്ന വണ്ടികളായിരുന്നു. അതുമാത്രമല്ല, നമ്മളൊക്കെ എടുക്കുന്ന ആ സമയങ്ങളിൽ കയ്യിലുണ്ടാവുന്ന 1-2 കമ്പനികളുടെ കയ്യിൽ മാത്രമായിരുന്നു നല്ല ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉണ്ടായിരുന്നത്, അതും സ്റ്റാർട്ടപ്പ് കമ്പനികൾ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പല കമ്പനികളും ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഇറക്കി തുടങ്ങിക്കഴിഞ്ഞു. എന്നിട്ടും ഇനിയും കാത്തിരിക്കാം എന്ന് പറയുന്നവരോട് കാത്തിരുന്നോളൂ. ഇനിയും കുറേ കാത്തിരുന്ന നല്ല ടെക്നോളജിയിലുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് വരുന്നുണ്ടാവും. പക്ഷേ ഐസ് എഞ്ചിനുള്ള ആ ഒരു മോചനം അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. സാധാരണക്കാരെ കണ്ണിൽ കണ്ടുകൊണ്ട് TVS ഇറക്കാൻ പോകുന്ന പുതിയ ഇലക്ട്രിക് സ്കൂട്ടറാണ് TVS ഓർബിറ്റർ. ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ, കൂടുതൽ ആർഭാടങ്ങളൊന്നുമില്ലാത്ത ഒരു സ്കൂട്ടർ. പഴയ ഐസ് എഞ്ചിൻ സ്കൂട്ടേഴ്സിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേണിൽ കുറേ പുതുമ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ പഴയ ആൾക്കാർക്കും എന്നാൽ പുതിയ ജനറേഷനും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ടിൽ 290 മില്ലിമീറ്റർ നീളമുള്ള വലിയ പരന്ന ഫുട് ബോർഡാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ ഇത്രയും സ്പേസ് കിട്ടിയത് കൊണ്ട് നമുക്ക് അതിന്മേ ഗ്യാസ് സിലിണ്ടർ കയറ്റി കൊണ്ടുപോകാം, അല്ലെങ്കിൽ വലിയ ഭാരമുള്ള സിമെന്റിൻ്റെ ഒക്കെ ചാക്ക് കയറ്റി കൊണ്ടുപോകാം എന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഈ വണ്ടിയിൽ ആകെ വരുന്ന സിംഗിൾ ലിഥിയം 3.1 കിലോവാട്ട് വരുന്ന ബാറ്ററി ഈ ഫുട് ബോർഡിൻ്റെ താഴെയാണ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കോസ്റ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ളത് BLDC ഹബ് മോട്ടറാണ്. 2.5 കിലോവാട്ടാണ് മാക്സിമം പവർ ജനറേറ്റ് ചെയ്യുന്നത്. മോട്ടോറിൽ അതുപോലെ പവറിലൊക്കെ റിഡക്ഷൻ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ പ്രൈസ് നന്നായിട്ട് അവർക്ക് താഴ്ത്താൻ കഴിഞ്ഞെങ്കിലും ഈ വണ്ടിയുടെ ഗ്രേഡബിലിറ്റി ആകെ വരുന്നത് 7 ഡിഗ്രിയാണ്. അതായത് ഏകദേശം 7 ഡിഗ്രി സ്ലോപ്പ് വരുന്ന കയറ്റങ്ങളൊക്കെ ഈ വണ്ടിക്ക് വലിഞ്ഞു കയറാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നോർമലി ഇത് കുറവാണ്. നമ്മുടെ ആക്റ്റീവ പോലുള്ള വണ്ടികൾക്കൊക്കെ അറ്റ്ലീസ്റ്റ് 12 ഡിഗ്രിയാണ് ഗ്രേഡബിലിറ്റി വരുന്നത്. സോ നിങ്ങൾ എന്തായാലും ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തേ പറ്റുള്ളൂ. ടെസ്റ്റ് ഡ്രൈവിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കുത്തനുള്ളൊരു കയറ്റത്തിൽ 2 ആളെ വെച്ച് പോയിട്ട് പകുതിയിൽ നിർത്തിയിട്ട് ഈ വണ്ടി പിന്നീട് അങ്ങോട്ട് കയറുന്നുണ്ടോ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം പോയി എടുക്കുക കേട്ടോ. 845 മില്ലിമീറ്റർ ലോങ് പ്ലാറ്റ്ഫോം സീറ്റ്സ് ആണ് വണ്ടിക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 പേർക്ക് സുഖമായിട്ട് തന്നെ ഇരുന്ന് പോകാവുന്നതാണ്. 650 വാട്ട്സ് വരുന്ന ഹോം ചാർജർ കൊണ്ട് 3.1 കിലോവാട്ട് വരുന്ന ഈ വണ്ടിയുടെ സിംഗിൾ ലിഥിയം അയൺ ബാറ്ററി 0 മുതൽ 80% വരെ ചാർജ് ആക്കാൻ 4 മണിക്കൂറും 10 മിനിറ്റുമാണ് സമയമെടുക്കുന്നത്. വണ്ടിയുടെ ആക്സിലറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0 മുതൽ 40 കിലോമീറ്റർ വരെ അച്ചീവ് ചെയ്യാൻ 6.8 സെക്കൻഡ്സ് ആണ് ടൈം എടുക്കുന്നത്. 158 കിലോമീറ്റേഴ്സ് ആണ് IDC റേഞ്ച് പറയുന്നത്. ഇപ്പോൾ റിയൽ വേൾഡ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഒരു 120 കിലോമീറ്റേഴ്സൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ ഇവിടെ മിക്കവാറും 158 കിലോമീറ്റേഴ്സിനോട് അടുപ്പിച്ച് തന്നെ റേഞ്ച് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കാരണം സാധാരണ ഇലക്ട്രിക് വണ്ടികളിൽ അതിൻ്റെ ആക്സിലറേഷൻ പവർ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ റേഞ്ച് ഡ്രോപ്പ് വരുന്നത്. ഇവിടെ ഇതെല്ലാം കുറച്ച് വെച്ചിട്ടാണ് കമ്പനി തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മിക്കവാറും കമ്പനി പറയുന്ന IDC റേഞ്ചിനോട് അടുപ്പിച്ച് തന്നെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. 600-ൽ കൂടുതൽ സേഫ്റ്റി ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് നമുക്ക് ഈ വണ്ടി വരുന്നത്. വണ്ടിയിലാകട്ടെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ആൻറ്റി തെഫ്റ്റ് അലേർട്ട്, ജിയോ ഫെൻസ്, ടൈം ഫെൻസ്, ടോ അലേർട്ട്, ക്രാഷ് ആൻഡ് ഫാൾ അലേർട്ട്, റിവേഴ്സ് പാർക്കിംഗ് അസിസ്റ്റ് വരുന്നുണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ക്രൂയിസ് കൺട്രോൾ. ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു USB പോർട്ട് നൽകിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഫോണാണെങ്കിൽ സേഫ്റ്റി ആയിട്ട് വെക്കാൻ അവിടെ ഒരു ഈസി ആക്സസ് ബോക്സും കൊടുത്തിട്ടുണ്ട്. 5.5 ഇഞ്ച് വരുന്ന ഒരു LCD TFT കളർ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. അതിലാകട്ടെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ നൽകിയിട്ടുണ്ട്. റേഞ്ച്, ബാറ്ററി പെർസെൻറ്റേജ് എന്നുള്ള ഈ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഡിസ്പ്ലേയിൽ നമുക്ക് കിട്ടുന്നതാണ്. അതിനെല്ലാം പുറമെ വണ്ടിയുമായി കണക്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഫോണിൽ അടുത്തുള്ള ചാർജിങ് സ്റ്റേഷൻസ് തിരയാൻ പറ്റും. ട്രിപ്പ് സ്റ്റാറ്റസ് നോക്കാം, ബാറ്ററി പെർസെൻറ്റേജ്, റേഞ്ച് കാര്യങ്ങളൊക്കെ നോക്കാം.
വണ്ടിയുടെ ലൈവ് ലൊക്കേഷൻ ആപ്ലിക്കേഷൻ വഴി നമുക്ക് എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഫ്രണ്ടിൽ 14 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. ബാക്ക് സൈഡിലാകട്ടെ 12 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. രണ്ടും കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പവർ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ലീനിയർ പവറിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സ്കൂട്ടർ. അതുകൊണ്ട് തന്നെ നമുക്കൊരു 40-60 കിലോമീറ്ററിലൊക്കെ പോകുന്നവർക്ക് ഡ്രം ബ്രേക്സ് മതിയാവും. 34 ലിറ്റേഴ്സിൻ്റെ ഒരു വലിയ ബൂട്ട് സ്പേസ് നമുക്ക് ഈ വണ്ടിയിൽ വരുന്നുണ്ട്. 6 കളേഴ്സിലാണ് ഈ വണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നിയോൺ സൺബേഴ്സ്റ്റ്, സ്ട്രാറ്റോസ് ബ്ലൂ, ലൂണാർ ഗ്രേ, മാർഷ്യൽ കോപ്പർ, കോസ്മിക് ടൈറ്റാനിയം ആൻഡ് സ്റ്റെല്ലർ സിൽവർ. ഈ പറഞ്ഞ കളേഴ്സ് എല്ലാം ഡ്യുവൽ ടൂൺ ആയിട്ടും നിങ്ങൾക്ക് സിംഗിൾ വേരിയൻറ്റ് കളേഴ്സ് ആയിട്ടും കിട്ടുന്നതാണ്. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് 1 ഇയർ റോഡ് സൈഡ് അസിസ്റ്റൻസും 3 വർഷത്തെ അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ വാറണ്ടിയാണ് നൽകിയിട്ടുള്ളത്. വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് ഏകദേശം 1,05,000 രൂപയ്ക്കുള്ളിലാണ് കാണിക്കുന്നത്. ഇനി അതിൽ ഇൻഷുറൻസും മറ്റുള്ള റോഡ് ടാക്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കമ്പനി തന്നെ കാണിക്കുന്നുണ്ട്. ഓൺലൈനിൽ 1,07,000 രൂപയൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിലോട്ട് വരുമ്പോൾ 1,10,000, 1,15,000 രൂപയുടെ ഒക്കെ ഉള്ളിലായിരിക്കും വണ്ടിയുടെ വില വരുന്നുണ്ടാവുക. ഈ വണ്ടിയുടെ അഫോർഡബിൾ പ്രൈസോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് റീഫണ്ടബിൾ എമൗണ്ട് ആയിട്ടുള്ള 5,001 റുപ്പീസ് അടച്ചിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഓൺലൈനിലൂടെ അടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരിട്ട് വേണമെങ്കിൽ TVSൻ്റെ ഷോറൂമിൽ പോയിട്ട് ഈ വണ്ടി റിസർവ് ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ഫസ്റ്റ് ഡെലിവറി കിട്ടാൻ പോകുന്നത് ഈ വരുന്ന ദീപാവലിക്കാണ്. പുതിയൊരു വണ്ടിയല്ലേ, ചാടി കയറി പെട്ടെന്ന് എടുക്കുന്നതല്ല ബുദ്ധി. 1-2 പേര് എടുക്കട്ടെ. എടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ കമ്പനി പോയിട്ട് വണ്ടിയൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഫീൽ ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഓക്കെ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം വണ്ടി എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടിയിലൊക്കെ ഒന്ന് കമൻ്റ് അടിക്കുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ I am going to signing off. This is your friend Fasi Mohammed.